മലയാള സിനിമയിലെ ഭാഷയെ മാറ്റിപ്പണിത ഒരു മനുഷ്യൻ. എങ്ങു നിന്നോ കെട്ടിയിറങ്ങേണ്ടതല്ല കഥയെന്നും താൻ ചുറ്റിയടിച്ച നാട്ടുവഴികളിൽ അതുണ്ടെന്നും തിരിച്ചറിഞ്ഞ ഒരു ബഹുമുഖ പ്രതിഭ. മലയാളികളുടെ സ്വന്തം ശ്രീനിവാസന് പ്രണാമം. എഴുതിയതും നിർമ്മിച്ചതും അഭിനയിച്ചതും സംവിധാനം ചെയ്തതുമായ സിനിമകളെല്ലാം സ്ഥാനം പിടിച്ചത് മലയാളിയുടെ ഹൃദയത്തിൽ ആയിരുന്നു. കണ്ണാടിയിൽ നമ്മളെ തന്നെ ഒന്ന് നോക്കിയാൽ ഒരു ശ്രീനിവാസൻ കഥാപാത്രം എങ്ങോ മിന്നിമറയുന്നതായിട്ട് കാണാം. മലയാളത്തിന് ശ്രീനിവാസൻ ഇനി ഇല്ല. ഒരു ശ്രീനിവാസൻ ഇനിയൊട്ടും ഉണ്ടാവുകയുമില്ല. ജീവിതാനുഭവങ്ങളുടെ അലകടലിൽ നിന്ന് തിരയടിക്കുമ്പോഴാണ് ശ്രീനിവാസന്റെ ചിരികൾക്ക് ജീവൻ ഉണ്ടാവുന്നത്. ശ്രീനിവാസനിൽ ചിരിയില്ലാത്ത സംഭാഷണങ്ങളില്ല. ശ്രീനിവാസനെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളിലും വിമർശനങ്ങളിലും വിശകലനങ്ങളിലും ഒക്കെ പച്ചയായ ജീവിതയാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് ഉള്ളത്. ജീവിതത്തിലും നർമ്മത്തിന്റെ മേമ്പൊടി ചേർക്കുവാൻ ശ്രീനിവാസൻ മടിച്ചിട്ടില്ല. പൊഴിഞ്ഞു വീരുന്ന ജീവിത കുടനങ്ങളുടെ ഉള്ളിലേക്ക് കാതോർക്കുമ്പോൾ പിന്നിട്ട വഴികളിൽ പെയ്തിറങ്ങിയ സങ്കട പെരുമഴയ്ക്ക് ശേഷമുള്ള ഒരു മരപ്പെയ്ത്ത് കേൾക്കാം. അറിയാതെ തിരക്കഥാകൃത്താവുകയും അറിഞ്ഞ് സംവിധായകനാവുകയും അറിഞ്ഞ് അഭിനയിക്കുകയും ചെയ്ത ശ്രീനിവാസൻ മലയാളിയുടെ സിനിമാ കാഴ്ചകൾക്ക് ഏറെ രസം പകരുകയായിരുന്നു. ജനപ്രിയ സിനിമ എന്ന പേരിൽ പുറത്തിറങ്ങിയ ചില പടപ്പുകൾ സിനിമയുടെ മൂല്യബോധത്തെ തന്നെ തകർത്ത് കളയുന്നുണ്ട്. അത്തരം സിനിമാധാരണകളെ പൊളിച്ചെഴുതുവാനും അപനിർമ്മിക്കുവാനും ശ്രമിച്ച സിനിമാക്കാരനാണ് ശ്രീനിവാസൻ. ജനപ്രിയ സിനിമകളുടെ കളങ്കിത ഭാവങ്ങളെ പ്രതിരോധിക്കുകയും അവയുമായി സംഘർഷത്തിലേർപ്പെടുകയും ചെയ്തുകൊണ്ട് തന്റെ ജനപ്രിയ ബദലുകളിലൂടെ സിനിമയുടെ ശാക്തികമായ ഒരു തലം പടുത്തുയർത്തിയ വ്യക്തിയാണ് അദ്ദേഹം. സിനിമയുമായി ബന്ധപ്പെടുന്ന കലാകാരന്മാർ സമൂഹത്തിലെ പ്രശ്നങ്ങളോടും രാഷ്ട്രീയത്തോടുമൊക്കെ പുറംതിരിഞ്ഞു നിൽക്കണം എന്ന ആപ്തവാക്യവും ശ്രീനിവാസന് ബാധകമായില്ല. സിനിമയ്ക്കകത്തും പുറത്തുമുള്ള അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്ന സിനിമാ ലോകത്തിലെ ഒരു വ്യത്യസ്തനായ ബാലനായിരുന്നു അദ്ദേഹം. മലയാളത്തിന്റെ സ്വന്തം ശ്രീനിവാസന് ആദരാഞ്ജലികൾ.